ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. മറ്റൊരാൾക്ക് എന്തോകാതിരിക്കാൻ ശ്രമിക്കുക, ഇടർച്ചയാകാതിരിക്കാൻ ശ്രമിക്കുക. എല്ലാവരും ചേർന്ന് പറഞ്ഞേ, മറ്റൊരാൾക്ക് ഇടർച്ചയാകാതിരിക്കാൻ ശ്രമിക്കുക. എല്ലാത്തിനും നമുക്ക് എന്തുണ്ട്? സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ എല്ലാ സ്വാതന്ത്ര്യവും നമുക്ക് അനുഭവിക്കാൻ ഒക്കുമോ? ഇല്ല. എന്താ കാര്യം? മറ്റ് ചിലർക്ക് എന്താകും? ഇടർച്ചയാകും. അത് ഗൗരവമായിട്ട് ഓർക്കപ്പെടേണ്ട കാര്യമാണ്. വേറൊരാൾക്ക് നമ്മൾ മുഖാന്തരം എന്തുണ്ടാകരുത്. ഞാൻ ഈ ദിവസങ്ങളൊക്കെ പലയിടത്ത് പറഞ്ഞ എനിക്ക് ഇഷ്ടം തോന്നിയ ഒരു സംഭവം പറയാം, ഇടർച്ച ഉണ്ടാകാതിരിക്കാൻ വേണ്ടി. കാരണം നമുക്കെല്ലാത്തിനും സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലും എല്ലാം നമുക്ക് ചെയ്യാൻ ഒക്കുമോ? ഇല്ല. ഈ കത്തോലിക് കസ്മാറ്റിക് പ്രീച്ചറായിട്ടിരിക്കുന്ന ഒരച്ഛൻ, ജോസഫ് മഞ്ഞളി അച്ഛൻ്റെ പ്രഭാഷണങ്ങൾ നല്ല രസകരമായ ശൈലി പറയുന്ന ഒരച്ഛനാണ്. അപ്പോൾ അച്ഛൻ്റെ ഒരു പ്രഭാഷണത്തിൻ്റെ ഒരു കാര്യം ഞാൻ കേട്ടപ്പോൾ എനിക്ക് നല്ല രസമായിട്ട് തോന്നി. അച്ഛന് പറഞ്ഞ ഒരു കാര്യം, അച്ഛൻ മറൈൻ ഡ്രൈവിൽ ഒരു ദിവസം സന്ധ്യയ്ക്ക് ഇങ്ങനെ പോയി, ചെറുപ്പമായിരിക്കും, മറൈൻ ഡ്രൈവിൽ പോയി. മറൈൻ ഡ്രൈവിൽ കൂടെ ഈ അച്ഛൻ കുപ്പായൊക്കെ ഇട്ട് ഇങ്ങനെ നടക്കുകയാണ്. മറൈൻ ഡ്രൈവ് എവിടെയെന്നറിയാമോ? കൊച്ചിയിലാണ്. കൊച്ചിയിലെ മറൈൻ ഡ്രൈവിൽ പോയി. അപ്പോൾ അവിടെ ഇങ്ങനെ സന്ധ്യയാകുമ്പോൾ ഒത്തിരി കിളികളെല്ലാം വന്നിരിക്കും. യുനോ വാട്ട് ഈസ് കിളികൾ? കിളി ആരാന്നറിയാമോ? കിളികളെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ജോഡിയായിട്ട് വന്നിരിക്കുന്നതിനെ വിളിക്കുന്ന പേരാ എന്താ? കിളികൾ. ആണും പെണ്ണും ഇങ്ങനെ വന്നിരിക്കുക. അതിനിടയ്ക്ക് കൂടി ഇങ്ങനെ അച്ഛൻ നടക്കുക. അപ്പോൾ അച്ഛൻ നടക്കുമ്പോൾ ഒരു കൊച്ചി ചെറുക്കൻ അച്ഛൻ അങ്ങോട്ട് തിരിയുമ്പം അച്ഛോ ഹോയ്. അച്ഛൻ തിരിഞ്ഞ് നോക്കുമ്പോൾ ഇവനങ്ങ് തല മാറ്റും. പിന്നെയും വിളിക്കും അച്ഛോ ഹോയ്. അച്ഛൻ ആകെ അങ്ങ് ദേഷ്യം അരിശം വന്നിങ്ങനെ പോന്നു. അപ്പോൾ അച്ഛൻ തന്നെ പറയുന്നൊരു കാര്യം, വൈകിട്ട് ബിഷപ്പ് ഹൗസിൽ ചെന്നപ്പോൾ ഇങ്ങനെ നിരന്ന് എല്ലാവരും കൂടി ഇരിക്കുക. അപ്പോൾ പ്രായമുള്ളൊരു അച്ഛൻ ഇപ്പുറത്ത് ഇരിപ്പുണ്ട്. അച്ഛനോട് പറഞ്ഞ അച്ഛൻ ഞാനിന്ന് മറൈൻ ഡ്രൈവിൽ പോയി, എന്നിട്ട് ഒരു കൊച്ചി ചെറുക്കൻ, മുട്ടയെന്ന് വിരിയാത്തൊരു ചെറുക്കൻ, അവൻ എന്നെ കൂയിന്ന് വിളിച്ചു. മോശമല്ല ഞാൻ കാണിച്ചേ? ശരിയാണോ? അച്ഛനെ കൂയിന്ന് വിളിച്ചേ ശരിയാണോടാ? ശരിയാണോ? അല്ലെന്ന് രണ്ടും അവൻ പറഞ്ഞു. ശരിയാണെന്നും പറഞ്ഞു, ഒന്നുകൂടെ ചോദിച്ചപ്പം ശരിയല്ലെന്നും പറഞ്ഞു. ഏതായാലും എന്നെ കൂയിന്ന് വിളിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ ചോദിച്ചു, എടോ താൻ എന്തിനാണ് ഈ മറൈൻ ഡ്രൈവിൽ പോയേ? അത് ഞാൻ കാറ്റ് കൊള്ളാൻ പോയാന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ ഈ കഞ്ഞി കുടിച്ചെല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞു, മഞ്ഞളി അച്ഛോ. എന്നാ അച്ഛാ? എടോ എന്തോ അച്ഛാ? അപ്പോൾ ഈ പ്രായമുള്ള അച്ഛൻ പറഞ്ഞു, എടോ മഞ്ഞളി, എന്താ അച്ഛാ? എല്ലാ കാറ്റും നമുക്ക് കൊള്ളാനൊക്കത്തില്ല. എല്ലാ കാറ്റും നമുക്ക് കൊള്ളാനൊക്കത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ എല്ലാ കാറ്റും കൊള്ളുന്നത് തെറ്റില്ലെങ്കിലും എല്ലാ കാറ്റും നമുക്ക് എന്ത് ചെയ്യാനൊക്കത്തില്ല? കൊള്ളാനൊക്കത്തില്ല. ഒക്കുമോ? ഇല്ല. എന്താ കാര്യം? ചിലത് കൊടുങ്കാറ്റാണ്. നമുക്ക് ചില സ്വാതന്ത്ര്യക്കേടുകളുണ്ട്. ഉണ്ടോ? ഉണ്ട് സ്വാതന്ത്ര്യക്കേട്. അതുകൊണ്ടാണ് വേദോസം പറയുക, ഈ തീമോത്തിയോസിനെ പരിച്ഛേദന കഴിപ്പാൻ വേണ്ടി എന്ത് ചെയ്തു? നിർബന്ധിച്ചു. ഡ്യുവൽ സ്റ്റാൻഡ് അല്ല ഇവിടെ കാണുക. നിങ്ങൾക്ക് എന്തുണ്ടാകണ്ട? ഇടർച്ച ഉണ്ടാകണ്ട എന്നുള്ള ചിന്തയിലാണ്. അപ്പോൾ അങ്ങനെ 5-ാം വാക്യത്തിൽ കാണുന്നു, സഭകൾ വിശ്വാസത്തെ ഉറയ്ക്കുകയും എണ്ണത്തിൽ ദിവസേന എന്ത് ചെയ്യുകയും ചെയ്തു? പെരുകുകയും ചെയ്തു. അപ്പോൾ സഭ 2 രീതിയിലാണ് വളരുക. 1 എണ്ണത്തിൽ വളർന്നു, 2 വിശ്വാസത്തിൽ വളർന്നു. ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ഗ്രോത്താണ്. 2 ഗ്രോത്തും ഉണ്ടാകും. ചിലർ പറയാറുണ്ട്, ഞങ്ങൾക്ക് അധികം ആളൊന്നും വേണ്ട, ഞങ്ങൾക്ക് ഉള്ളതിനെ അങ്ങ് കൊണ്ടെത്തിച്ചാൽ മതി. അങ്ങനെ ഒരു ഗ്രോത്ത് അല്ലിത്. 2 രീതിയിലും സഭ വളരണം. വിശ്വാസത്തിലും വളരണം, എണ്ണത്തിലും വളരണം. ചേർന്ന് പറഞ്ഞേ, വിശ്വാസത്തിലും വളരണം, എണ്ണത്തിലും വളരണം. 2024 കർത്താവ് നമുക്ക് ശേഷിപ്പിച്ചെങ്കിൽ നമ്മുടെ സഭകളെല്ലാം തന്നെ വിശ്വാസത്തിലും എണ്ണത്തിലും വളരണം. കരം ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ചേ. വിശ്വാസത്തിൽ വളരണം. അത് നമ്മൾ വിശ്വാസത്തിൽ വളരണം, എണ്ണത്തിൽ വളരണം. വിശ്വാസത്തിലും എണ്ണത്തിലും ഒരുമിച്ച് പറഞ്ഞ്, വിശ്വാസത്തിലും എണ്ണത്തിലും വളരണം. ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവുമാണ്. വിശ്വാസത്തിലും എണ്ണത്തിലും വളരണം. അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഏഷ്യയിൽ നമ്മുടെ ഭൂഖണ്ഡമാണ്. ഏഷ്യയിൽ വചനം പ്രസംഗിക്കേണ്ടെന്ന് പരിശുദ്ധാത്മാവ് വിലക്കി എന്ന് കാണുന്നു. പരിശുദ്ധാത്മാവ് വിലക്കുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിനൊരു പ്രത്യേകതയുണ്ട്. പരിശുദ്ധാത്മാവ് ചിലപ്പോൾ നമ്മളെ എന്തു ചെയ്യും? വിലക്കും. ചിലപ്പോൾ നമുക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യത്തിൽ പോലും ദൈവാത്മാവ് നമ്മളെ എന്തു ചെയ്യും? വിലക്കുമ്പോൾ നമ്മുടെ മനസാക്ഷിയിൽ അത് അറിയാം. എങ്കിലും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. വിലക്കുകളെ സ്വീകരിച്ച് വഴിമാറി പോകാനായിട്ട് കഴിയണം. പരിശുദ്ധാത്മാവ് എന്തു ചെയ്തു? വിലക്കി. എന്നിട്ട് പറഞ്ഞ് പരിശുദ്ധാത്മാവ് വിലക്കി. അപ്പം പരിശുദ്ധാത്മാവ് ചിലപ്പോൾ എന്തു ചെയ്യും?
വിലക്കി എന്നിട്ട് അവർ മുമ്പോട്ട് പോവുകയാണ്. അപ്പോഴാണ് ഒരു മാസിഡോണിയൻ കോൾ ഉണ്ടാകുക. മക്കദോന്യക്കാരനെ അവരെ ഒരാൾ വന്ന് വിളിക്കുന്ന ഒരു ദർശനം ഉണ്ടാകുന്നു. ഞങ്ങളെ സഹായിക്കുക എന്ന് തന്നോട് അപേക്ഷിക്കുന്നതായി എന്ത് കണ്ടു? ഒരു ദർശനം കണ്ടു. ഈ ദർശനം കണ്ടിട്ട് അവരോട് സുവിശേഷം അറിയിപ്പാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നത് നിശ്ചയിച്ച് മക്കദോന്യയ്ക്ക് പുറപ്പെടുകയാണ്. അങ്ങനെ അവർ ഫിലിപ്പിയിലേക്ക് ചെന്നു എന്ന് കാണുന്നു. കപ്പലിലാണ്. 11-ാം വാക്യം. അതൊരു പ്രധാനപ്പെട്ട കുടിയേറ്റ റോമാക്കാർ കുടിയേറി പ്രാർത്ഥ റോമൻ അധീശത്തിലുള്ള ഒരു സ്ഥലമായിരുന്നു. 13-ാമത്തെ വാക്യം. ശബത്ത് നാളിൽ ഞങ്ങൾ ഗോപുരത്തിന് പുറത്തു പോയി അവിടെ പ്രാർത്ഥനാ സ്ഥലം ഉണ്ടായിരിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ച് എവിടെ ഇരുന്നു? പുഴവക്കത്ത് ഇരുന്നു. അവിടെ കൂടി വന്ന സ്ത്രീകളോട് സംസാരിച്ചു. അപ്പോൾ ഈ ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്കുള്ള യാത്രയാണ്. ഒരു കോണ്ടിനെൻറ്റിനെ സ്പർശിക്കാനുള്ള വലിയൊരു ഉണർവ് നടക്കാൻ പോവുകയാണ്. ഈ യാത്രയാണ്. ഏഷ്യയിൽ ഇനി വചനം പറയണ്ടെന്ന് ദൈവാത്മാവ് എന്ത് ചെയ്തു? വിലക്കിയിട്ട് താൻ ആ വിലക്ക് സ്വീകരിച്ച് മക്കദോനിയ വിളികെട്ടി എങ്ങോട്ട് പോകുന്നു? യൂറോപ്പിലേക്ക് പോവുകയാണ്. ഞാൻ ഈ ഭാഗമൊക്കെ ധ്യാനിക്കുമ്പോൾ ഇന്ന് ഈ മക്കദോനിയ വിളി പോലെ നമ്മുടെ മക്കൾക്ക് എല്ലാവർക്കും വിളിയാണ്. എവിടെ പോകാൻ? യൂറോപ്പിൽ പോകാൻ വേണ്ടിയുള്ള വിളിയാണ്, അല്ലേ? എല്ലാവരും ഇവിടെ പോവുക, യൂറോപ്പിലോട്ട് പോവുക. എല്ലാം IELTS എഴുതുന്നു. പണ്ട് ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് പോകുന്ന പിള്ളേർ ഇന്നിപ്പോൾ +2 കഴിയുമ്പോഴേ പോവുക. ഇനിയിപ്പോൾ 7-ാം ക്ലാസ് കഴിയുമ്പം തൊട്ട് വിടുമോയെന്ന് അറിയത്തില്ല. എല്ലാത്തിനും കയറ്റി വിടുക. എവിടാ? യൂറോപ്പിൽ, കാനഡയ്ക്ക് പോവുക. അങ്ങനെ ഒരു വിളി. അങ്ങനെ അങ്ങ് പോകുമ്പോൾ ഈ ഭാഗമൊക്കെ ഓർത്തിട്ട് വേണം പോകാൻ. അവിടെയൊക്കെ പോയി അവിടെ ഒരു പ്രാർത്ഥനാ സ്ഥലം ഉണ്ടായിരിക്കുമെന്ന് ഞങ്ങൾ എന്ത് ചെയ്തു? വിചാരിച്ചു. അപ്പം പോകുന്ന സ്ഥലത്ത് ആദ്യം എന്ത് തപ്പണം? പ്രാർത്ഥനാ സ്ഥലം തപ്പണം. മനസ്സിലാകുന്നുണ്ടോ? ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ അമ്മമാരൊക്കെ ശ്രദ്ധിച്ചോണം. ഈ പിള്ളേർ പോയിട്ട് പറയും ഞങ്ങൾ ഇംഗ്ലീഷ് ചർച്ചിലാണ് പോകുമെന്ന് പറയും. തെറ്റാണെന്ന് ഞാൻ പറയത്തില്ല, ഭാഷ അല്ല വിഷയം. പക്ഷേ ഇംഗ്ലീഷ് ചർച്ചിൽ പോകാൻ പ്രിഫർ ചെയ്യുന്നതിൻ്റെ പ്രധാന കാര്യം എന്താ? തലേ തുണിയിടണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്, അല്ലേ? തലേ തുണിയിടാണ്ടെന്ന ഒരു കാര്യമായിരിക്കാം, പൊക്കോട്ടെ. എന്നാലും അതിന് ഒരു കാര്യമുണ്ട്. ഈ മലയാളം ചർച്ചിനൊരു കുഴപ്പം പിടിച്ചൊരു പ്രശ്നമുണ്ട്. മലയാളം ചർച്ചിൽ വന്നില്ലെങ്കിൽ എന്നാ വരാഞ്ഞെന്ന് എന്ത് ചെയ്യും? ചോദിക്കും. ഇംഗ്ലീഷ് ചർച്ചിൽ വേണേ വരണം, തോക്കുന്നൊരു കുറവാണ്. എന്നോടൊരു പാസ്റ്റർ പറഞ്ഞാണ്, ഒരു പെങ്കൊച്ച് സഭായോഗത്തിന് വന്നു, പിന്നെ 2 ദിവസം കാണാഞ്ഞപ്പം പാസ്റ്റർ ഇങ്ങനെ നിരന്തരം വിളിച്ചു, എന്നാ കുഞ്ഞാ വരാഞ്ഞെന്ന്. അവൾ തിരിച്ച് വിളിച്ച് പറഞ്ഞു, ഇനി എന്നെ വിളിച്ചാൽ ഞാൻ സ്യൂ ചെയ്യുമെന്ന് പറഞ്ഞു. കേസ് കൊടുക്കും. കാരണം ദിസ് ഈസ് മൈ പ്രൈവറ്റ് മാറ്റർ. എനിക്ക് ഇഫ് ഐ നീഡ് യുവർ പാസ്റ്റർ കെയർ ഐ വിൽ ലെറ്റ് യു നോ. എന്നെ വിളിക്കരുത്. ഞാൻ എന്തിനു കൊടുക്കും? സ്യൂ ചെയ്യുക. സ്യൂ എന്നുള്ള വാക്ക് പോലും ഇവൾ കേട്ടത് അവിടെ പോയാൽ പിന്നായിരിക്കും. പക്ഷേ മലയാളം ചർച്ചിനൊരു പ്രശ്നമുണ്ട്. വന്നില്ലേ തിരക്കും. നിരന്തരമായിട്ട് വരാനൊക്കാത്തൊരു ദയവായി സഭയെ വരരുത്. കാരണം കാക്കയെക്കുറിച്ച് വായിക്കുന്നുണ്ട്. കാക്ക വന്നും ഒരു ദിവസം എന്ത് ചെയ്തേയില്ല, വന്നില്ല, അങ്ങ് പോയി. ചിലരങ്ങനെയാണ്, കാക്കയെ പോലാണ്. ഇടയ്ക്കിടയ്ക്ക് വരും, ഇടയ്ക്ക് വരത്തില്ല, പിന്നെ ഒരു ദിവസം എന്നേക്കുമായിട്ട് പോവുകയും ചെയ്യും, അല്ലേ? അങ്ങനെയാണോ? അങ്ങനെ ആകരുത്. അതുകൊണ്ട് എവിടെ പോയാലും ആദ്യം എന്തോ ഉണ്ടോ തിരക്കണം? പ്രാർത്ഥനാ സ്ഥലം ഉണ്ടോ എന്ന് തിരക്കണം. ആദ്യം തിരക്കേണ്ടത് എന്താ? അപ്പോൾ ഒരു കൊച്ച് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ നിങ്ങൾ പറയണം അവിടെ എന്തോ ഉണ്ടോ, സഭയുണ്ടോ എന്ന് തിരക്കണം. നല്ലൊരു ദൈവദാസനെ പിടിച്ച് ആദ്യം അങ്ങ് ഏൽപ്പിക്കണം. 50% ഓക്കെ ആവും. 50% എന്താവും? ഓക്കെ ആവും. പിന്നെ വരുന്നുണ്ടോ എന്ന് തിരക്കണം. മനസ്സിലാകുന്നുണ്ടോ? പ്രാർത്ഥനാ സ്ഥലം കണ്ടെത്തി. പക്ഷെ പ്രാർത്ഥനാ സ്ഥലം ഉണ്ടായിരിക്കുമെന്ന് പോയിട്ട് എവിടെ ഇരുന്നു? പുഴവക്കത്തിരുന്നു. അപ്പോൾ അവിടെ ആദ്യത്തെ പ്രസംഗ സ്ഥലം എവിടെ ആയിരുന്നു? പുഴവക്കത്തായിരുന്നു. ഇന്ന് ഈ പലർക്കും വാളെടുത്തവനെല്ലാം വെളിച്ചപ്പാടാണ്. എല്ലാവർക്കും എന്ത് ചെയ്യണം? സ്റ്റേജ് വേണം. സ്റ്റേജിന് വേണ്ടിയുള്ള ബഹളമാണ്. എനിക്ക് സത്യത്തിൽ ഈ സ്റ്റേജിലൊന്നും വലിയ കാര്യമില്ല. ഇന്ന് എല്ലാവർക്കും സ്റ്റേജ്, പടം, ഫോട്ടോ എല്ലാം പ്രശ്നമാണ്. എൻ്റെയും ഫോട്ടോ വരാറുണ്ട്. ഞാനൊരിക്കൽ പണ്ട് തെക്കൂന്ന് അങ്ങനെ വീട്ടിലോട്ട് പോകുമ്പോൾ ഈ വട്ടപ്പാറ വളവിന് എൻ്റെ ഒരു വലിയൊരു പോസ്റ്റർ ഇരിക്കുന്നു. അപ്പോൾ വണ്ടി ഓടിച്ച പിള്ളേർ പെട്ടെന്ന് വണ്ടി ചവിട്ടി, എന്നാണ് മക്കളെ എന്തുവാ അതുകൊണ്ട് അച്ഛൻ്റെ വലിയ ഫോട്ടോ ഓടിയിരിക്കുന്നു. അവർ തിരിച്ച് റിവേഴ്സ് എടുത്തു. എന്തിനാണെന്നറിയാം? അതിൻ്റെ ഫോട്ടോ എടുക്കാൻ ഉള്ളതാണ് സന്തോഷം. പക്ഷേ എനിക്കത് കണ്ടപ്പം പേടിയാണ് തോന്നി. മരത്തെ എൻ്റെ ഫോട്ടോ ഇരിക്കുന്നത് കണ്ടപ്പം ഞാൻ ചിന്തിച്ചു,
മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനാണ്, അല്ലേ? മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം, അല്ലേ? അങ്ങനെ ഒരു വാക്യം ഉണ്ടെന്നറിയാമോ? ഈ കോൺടെസ്റ്റ് അല്ലെങ്കിലും, കോൺടെസ്റ്റ് അതല്ല കേട്ടോ, എന്നാൽ ഈ മരത്തെ കയറി ഇരിക്കുന്നതെല്ലാം ശാപമാണെന്നായിരിക്കും. പേടിയാ ഇതൊക്കെ കാണുമ്പോൾ. ഏതായാലും പുൾപിറ്റൊക്കെ ഭയങ്കര വിഷയമാണ്. ഇതിനു വേണ്ടിയുള്ളൊരു ഓട്ടമൊക്കെ അപകടകരമാണ്. ആദ്യം പ്രസംഗിച്ചത് എവിടെ? പുഴവക്കത്ത. ഞാനൊരു കല്യാണത്തിലിരിക്കുക ഒത്തിരി നാൾക്ക് മുമ്പ്. കല്യാണം തുടങ്ങുമ്പോൾ ഭയങ്കര ഒരു വാക്കുവാറ്റം, ഒരു അസ്വസ്ഥത. എന്നാണെന്നറിയാമോ? ഒരു പാസ്റ്റർ ഭയങ്കര പ്രശ്നമാണ്. ഞങ്ങളുടെ വർഗ്ഗമാണ്, നിങ്ങളുടെ വർഗ്ഗമല്ല, ഞങ്ങളുടെ വർഗ്ഗമാണ്. എന്നാ കാര്യം ചോദിച്ചാൽ, ഈ കല്യാണത്തിൻ്റെ പ്രോഗ്രാം ഷീറ്റില്ലേ മക്കളെ? കല്യാണം നടത്തുമ്പോൾ എന്തോ അടിക്കും? പ്രോഗ്രാം ഷീറ്റ്. ഓപ്പണിംഗ് പ്രയർ, ബ്രൈഡൽ മാർച്ച്, പ്രയർ, സംഗീതം വായന, പ്രയർ 1, പ്രയർ 2, പിന്നെന്താ പാട്ട്, മെസ്സേജ്, ഇങ്ങനെ. അതിനകത്ത് മെസ്സേജ് 1 പുദ്ദേഹത്തിൻ്റെ പേര് തെറ്റിച്ചടിച്ചത്. അതാണ് വിഷയം. അപ്പം ഞാൻ പറഞ്ഞു, അതെന്തുവാ, കുഴപ്പമൊന്നുമില്ല, നമ്മൾ കയറുമ്പോൾ 10 പ്രാവശ്യം ശരിക്കും പേരെന്ത് ചെയ്തേക്കാം, പറഞ്ഞേക്കാം. പുള്ളിക്കാരൻ അങ്ങ് തുടങ്ങി എൻ്റെ പേര് തെറ്റിച്ചാണ് പറഞ്ഞ്, ഞാൻ ഇന്നിവിടെ പ്രസംഗിക്കത്തില്ല. പുള്ളിയെ സമാധാനിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുക. ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പെന്തക്കോസ്തല്ലാത്ത ഒരാളവിടെ വന്നു. അതൊരു കപ്പടാ മീശക്കാരനാണ്, പെണ്ണിന് ഒരു ബന്ധുവാണ്. എന്നാ വിഷയം? അത് ഈ പാസ്റ്റർ പേര് തെറ്റിപ്പോയി. അതിപ്പോൾ എന്തൊക്കെ പറഞ്ഞാൽ പോരെ, ശരിക്കുള്ളത്. അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ നോക്കത്തില്ല, മനഃപൂർവ്വമാണ്. എൻ്റെ പേര് തെറ്റിച്ചു, എനിക്കതിനകത്ത് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ഞാനിന്നിവിടെ പ്രസംഗിക്കത്തില്ല. ഉടനെ ആ കപ്പടാ മീശക്കാരൻ പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങളിന്നിവിടെ പ്രസംഗിക്കത്തില്ല, നിങ്ങളിന്നിവിടെ പ്രസംഗിക്കത്തില്ല. ഉടനെ പറഞ്ഞു, ഞാൻ പ്രസംഗിച്ചോളാം. താനോ ഇന്നിവിടെ പ്രസംഗിക്കുമെന്നോ? ധൈര്യമുണ്ടോ? ഇന്നിവിടെ താൻ പ്രസംഗിച്ചെങ്കിൽ ഈ മൈക്കടിക്കാൻ ഇന്നിവിടെ കല്യാണം നടന്നില്ല വേണ്ടില്ല, തന്നെ ഇവിടെ പ്രസംഗിപ്പിക്കത്തില്ല. വല്ല കാര്യമുണ്ടോ? വല്ല കാര്യം. സത്യത്തിൽ എവിടാ പേര് വരാഞ്ഞേ? പ്രോഗ്രാം ഷീറ്റ്. ഈ പ്രോഗ്രാം ഷീറ്റ് എന്ന് പറഞ്ഞാൽ സാധനം എന്നാണെന്നറിയാമോ? അതായത് നമ്മൾ മട്ടൻ ബിരിയാണി കഴിച്ചിട്ട് ടിഷ്യൂയെ പോയില്ലെങ്കിൽ അവസാനം തൂക്കുന്ന എന്തോ ഇട്ടാ, ഇങ്ങനെ തൂത്ത് കളയുന്ന എന്തോ ഇട്ടാ, പ്രോഗ്രാം ഷീറ്റില്ല. അവത്തേലാണ് എന്ത് പേര് വരാഞ്ഞത്. എൻ്റെ പൊന്നു പ്രിയരെ, ഈ പേരിൻ്റെ പേരിൽ, സ്ഥാനത്തിൻ്റെ പേരിൽ ഒന്നും വഴക്കുണ്ടാക്കല്ലേ, മനസ്സിലായോ? അതെല്ലാം ഒരു ഈഗോ ക്ലാഷാണ്. അതെല്ലാം പയ്യെ തിന്ന പനയും തിന്ന. ദൈവം ധരിക്കുന്ന അല്ലാതെ നമ്മളായിട്ട് പിടിച്ച് മേടിച്ചാൽ ഒരിക്കലും അത് ശുഭമാകത്തില്ല. പുഴവക്കത്ത് പോയി ദൈവം ഒരുക്കുന്ന സ്റ്റേജുകളുണ്ട്. അത് ദൈവികമായ കാര്യങ്ങളാണ്. അത് ആരുടെ സമയത്ത് നടക്കും? ദൈവത്തിൻ്റെ സമയത്ത് നടക്കും. പുഴവക്കത്ത് ഇരുന്നു, അല്ലേ? അവിടെ കൂടി വന്നവരോട് എന്ത് ചെയ്തു? സംസാരിച്ചു. അവിടെ തുയത്തര പട്ടണക്കാരത്തിയും രക്താംബരം വിൽക്കുന്നവനുമായി ലുദിയ എന്ന പേരുള്ള ദൈവഭക്തയായൊരു സ്ത്രീ ഉണ്ടായിരുന്നു. ആരാണ്? ലുദിയ എന്ന പേരുള്ള സ്ത്രീ ഉണ്ടായിരുന്നു. അവളെ ദൈവഭക്തയായിരുന്നു. അവൾ രക്താംബരം വിൽക്കുന്നവളാണ്, കുടിയേറ്റക്കാരത്തിയാണ്, തുയത്തൈരിയ പട്ടണക്കാരത്തി. ഇപ്പോൾ അവിടേക്ക് വന്നിരിക്കുകയാണ്. സാധാരണ ഇന്ന് സംഭവിക്കുന്ന പോലെ അതൊക്കെ തന്നെയാണ്. ഇന്ന് ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിലേക്കൊക്കെ ആദ്യം പോകുന്ന കൂടുതലും ആരാ? ബിസിനസ്സും സ്ത്രീകളുമാണ്. സ്ത്രീകളാരാ? നേഴ്സുമാരാ. പ്രവാസ ലോകത്താണെങ്കിലും ഗൾഫിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും UK ആദ്യം പോയതല്ല ആരാ? നേഴ്സുമാരാ. ഇവിടെ നേഴ്സല്ല, ബിസിനസ്സുകാരത്തെ. എന്നാലും ആരാ ആദ്യം പോയത്? ലുദിയാണ്. ലുദിയ അവിടെ ഉണ്ടായിരുന്നു. അവളും കുടുംബവും രക്ഷിക്കപ്പെട്ടു, സ്നാനമേറ്റു. ഇനി 16 വാക്യം, അവിടെ താമസിച്ചു, അല്ലേ? വിശ്വസ്ത എന്ന് എണ്ണിയിരിക്കുന്നത് കൊണ്ട് എൻ്റെ വീട്ടിൽ വന്ന് പാർപ്പീൻ എന്ന് അപേക്ഷിച്ചു. നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്ത എന്ന് എണ്ണിയിരിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവളുടെ വീട് ആർക്ക് വേണ്ടി തുറന്നു കൊടുത്തു? ദൈവദാസന്മാർക്ക് വേണ്ടി എന്ത് ചെയ്തു? തുറന്നു കൊടുത്തു. അല്ലെങ്കിൽ ദൈവവേലയ്ക്ക് വേണ്ടി തുറന്നു കൊടുത്തു. പലരും വീട് തുറക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണ്. അവനവൻ്റെ വീട് തുറക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണ്, അല്ലേ? വീട് തുറക്കണം. ചില വലിയ കൂടിയ സെറ്റിയൊക്കെ ഇരിപ്പുണ്ട്. 10, 15, 20 വർഷമായിട്ട് പൊടി പോലും പിടിക്കാതിരിക്കുന്ന, സൂക്ഷിച്ചിട്ടില്ല, അവത്തെ ആരും ഇരുന്നിട്ടില്ല. ഞാൻ വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ എന്നോടൊരു കാര്യം സംസാരിക്കും. ആരാന്നറിയാമോ? ഷോക്കേസിൽ ഇരിക്കുന്ന പ്ലേറ്റാണ്. അവരെന്നോട് പറയും, പാസ്റ്ററെ ഒന്ന് പറ, എന്നെ വല്ലപ്പോഴും ഒന്ന് ഉപയോഗിക്കാൻ. ആർക്കും ഉപയോഗിക്കാൻ നല്ല കിണ്ണം പ്ലേറ്റുകൾ അവിടെ ഇരിപ്പുണ്ട്. അതിനെയും ഉപയോഗിക്കാനും വേണ്ടി സമയം ചേക്കുക. പക്ഷേ ഇവൾ വിശ്വസ്ത എന്ന് അവൾ പറയുന്നത്, എന്നെ വിശ്വസ്ത എന്ന് എണ്ണിയെങ്കിൽ എൻ്റെ വീട്ടിൽ എന്ത് ചെയ്യണം? പാർക്കണം. അങ്ങനെയൊക്കത്തുള്ളൂ. വിശ്വസ്ത എന്ന് എണ്ണിയെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന്
പാർക്കണം. അപ്പോൾ ആ സഹോദരി അവളുടെ വീട് ആർക്ക് വേണ്ടി തുറന്നു? ദൈവദാസന്മാർക്ക് വേണ്ടി തുറന്നു. ഒന്ന് ആമേൻ പറഞ്ഞേ. ദൈവദാസന്മാർക്ക് വേണ്ടി എന്ത് ചെയ്തു? തുറന്നു. അതുകൊണ്ട് ഇന്നും ആര് ഓർക്കപ്പെടുന്നു? ലുദിയ ഓർക്കപ്പെടുകയാണ്. എത്ര പേർക്കും ലിഡിയ ഒക്കെ പേരിടുന്നുണ്ട്. നോക്കൂ അതിൻ്റെ കാര്യം. അവളുടെ വീട് ആർക്ക് വേണ്ടി തുറന്നു? ദൈവദാസന്മാർക്ക് വേണ്ടി തുറന്നു. അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ അവർ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് പോവുകയാണ്. അങ്ങനെ പോകുമ്പോഴാണ് ഒരു സഹോദരി അവരുടെ പുറകെ വന്നിട്ട് ഇങ്ങനെ അവരെക്കുറിച്ച് നല്ല കാര്യമാണ് പറയുന്നെങ്കിലും അത് അവരെ എന്ത് ചെയ്തു? മുഷിപ്പിച്ചു, അല്ലേ? അസ്വസ്ഥപ്പെടുത്തി. മുഷിപ്പിച്ചു പറഞ്ഞേ. എന്ത് ചെയ്തു? ഇങ്ങനൊരു ആത്മാവുണ്ട്, മുഷിപ്പിക്കുന്ന ആത്മാവ് ഉണ്ടോ? കണ്ടിട്ടുണ്ടോ? ഈ നമ്മൾ വലിയ പാടുപെട്ടാണ്. ഞാൻ ദൈവദാസനായതുകൊണ്ട് പറയാം, പലപ്പോഴും പറയുന്ന കുറേ കാര്യങ്ങളൊക്കെ സത്യമാണ്. ഒത്തിരി പാടുപെട്ടാണ് ഒരു കൊയറൊക്കെ സെറ്റ് ചെയ്യുന്നത്. പഴയ പാട്ട് പാടിയാൽ അത് ഇഷ്ടപ്പെടുന്നവരുണ്ട്. ഒരു പുതിയ പാട്ട് പഠിച്ച് പാടുമ്പം ചിലർ പറയും, രാവിലെ നമ്മളൊന്ന് ആരാധിക്കാൻ വന്നപ്പോൾ ആർക്കും അഴിയാൻ വയ്യാത്ത ഒരു പാട്ടും കൊണ്ട് വന്നേക്കുക. എവിടെ നിന്ന് തപ്പിയെടുത്ത പാട്ടാ? 1980കളിൽ ഞങ്ങൾ ഒരു പാട്ടൊക്കെ ഞങ്ങൾ പാടുമ്പോൾ എന്തോ ആയിരുന്നു അന്ന്, എന്തോ ആയിരുന്നു. ഇതൊരു പഴയ ഈ അച്ചായൻ്റെ മോള് കൊയറിലുണ്ടെങ്കിൽ അച്ചായൻ ഇങ്ങനെ പറയുമോ? ഇല്ല, പുള്ളി കൈയടിച്ച് തുള്ളുന്ന കാണാം. പക്ഷേ വേറെ വല്ലവരുമാണ് കൊയറിലെങ്കിൽ പാട്ടെന്താവും? പഴയതാവും. ചിലർക്ക് ഈ സൗണ്ട് പ്രശ്നം ഉണ്ടായിട്ടല്ല, ചുമ്മാ അത് പറയുന്ന. അവർ കുറച്ചാൽ കൂട്ടാൻ പറയും, കൂട്ടിയാൽ കുറയ്ക്കാൻ പറയും. മാറിയിരുന്നാൽ പോരെ? ആ മൈക്ക് ഇച്ചിരി പ്രശ്നമില്ലായിരുന്നു, മാറിയിരുന്നാൽ ഈ പ്രശ്നം അങ്ങ് തീർത്തത്. ചുമ്മാ അതങ്ങ് അസ്വസ്ഥപ്പെടുത്തുക. നമ്മുടെ ഒരു കൊച്ചൻ ഇതുപോലെ അവനെ അങ്ങ് അസ്വസ്ഥപ്പെടുത്തി. ഇപ്പോൾ അവനെ അച്ചാണ്ട് പറഞ്ഞു, അച്ഛാ മര്യാദയ്ക്ക് ഇവിടെ നന്നായി ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു. ഇത് ലൈവല്ലേ? അതാണ് കുഴപ്പം. അപ്പോൾ നോക്കണേ. അപ്പോൾ സൗണ്ട് കൂടിയാൽ കുറ്റം, സൗണ്ട് കുറഞ്ഞ. ഞാനിങ്ങനെ പതുക്കെയൊക്കെ പ്രസംഗിക്കുമ്പം പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്, നല്ല പ്രസംഗമൊക്കെ ആണെങ്കിലും ഒരു ഇതില്ല. ഏതാടാ ഇത്? എന്താടാ? ഏതാ മോളെ? ഏതാ? ഒരു എന്തുവാ? ഒരിതില്ല. ഇനി ഞാൻ അത് ശക്തിയോടെ പറഞ്ഞാൽ, നിങ്ങളുടെ പാസ്റ്ററൊക്കെ പറയുന്ന പോലെ ഞാൻ ഇച്ചിരി സ്പീഡിലും ശക്തിയിലൊക്കെ പറഞ്ഞാൽ പറയും, കൊള്ളാം, നല്ല പ്രസംഗം ആണെന്നാലും ഒരു ബഹളമാണ്, അല്ലേ? അപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ കുറ്റം. എൻ്റെ പൊന്നറിയോ, ഞാൻ നല്ലപോലെ ചിരിക്കുമായിരുന്നു. ഇപ്പം എനിക്ക് ചിരിക്കാൻ പാടിയ. ചിരിച്ചപ്പോൾ ഞാൻ ഒരു കമൻറ്റ് കേട്ടു, അവൻ ആ സ്ത്രീകളെ കാണുമ്പോഴത്തേനും അവനങ്ങ് ചിരിക്കുക. അപ്പം ഞാൻ വളരെ ഡീസൻ്റായി. പ്രൈസ് ദി ലോർഡ്. അപ്പം പറയും, അവനിപ്പം പവർ വിഷനിലൊക്കെ പോയപ്പോൾ അവൻ്റെ ചിന്ത അവൻ വലിയ ഗമയാണ്. ചിരിക്കാനൊക്കെയോ? ഇല്ലടോ, അതും പൊട്ടടാ. ഞാൻ കരഞ്ഞപ്പം കേട്ടു, ഒരാളോട് ചോദിച്ചു കയറുന്നില്ലെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇല്ല, അവൻ്റെ മോങ്ങ് കഴിയട്ടെ. സത്യം. ഒരാൾ പറയുകയാണ്, അവൻ്റെ മോങ്ങ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുള്ളൂ? കയറുന്നുള്ളൂ. അപ്പം കരഞ്ഞാൽ കുറ്റം, ചിരിച്ചാൽ കുറ്റം. ഫുഡ് കൊടുത്താൽ കേൾക്കും, അടിച്ചങ്ങ് ലാവിഷ. കഞ്ഞിയും പയറും ആക്കിയപ്പം കേട്ടു, ഇപ്പോൾ അറുത്ത കൈക്ക് എന്ത് ചെയ്യത്തില്ല. ഇപ്പോഴത്തെ എന്തോ ചെയ്യും പ്രിയരെ? എന്തോ ചെയ്യും? ഇതെല്ലാം കേട്ടിട്ട് ഇവരുടെ മുഖത്ത് നോക്കി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറയണ്ടേ? കർത്താവ് വരുന്നുണ്ട്, നിങ്ങളെ പ്രൈസ് ദി ലോർഡ് എന്ന് പറയാൻ. നിങ്ങളൊരു കാര്യം ഓർക്കണം, ഈ പറഞ്ഞ എല്ലാം തട്ടിത്തിരുമ്മി ഇവിടെ തന്നെ വരും. അതെങ്ങനെ വരും ചോദിച്ചാൽ അത് അങ്ങനെ തന്നെ വരും. ഭിത്തിയെല്ലാം നമ്മളോട് വന്ന കഥ പറയും. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് നിൽക്കണമെങ്കിൽ എൻ്റെ ദൈവമേ കൃപ. അപ്പോൾ എന്തൊരു ആത്മാവുണ്ട്? മുഷിപ്പിക്കുന്ന ഒരു ആത്മാവുണ്ട്. ഉണ്ടല്ലേ? ഉമ്മച്ചിക്കുണ്ടോ? ഉണ്ട്. എല്ലാവർക്കും ഉണ്ട് ഇതൊക്കെ. അപ്പം നമ്മളൊന്ന് തിരിച്ചാൽ പറഞ്ഞ്, ഞാനിക്ക് എന്തോ ഉണ്ടോ? മുഷിപ്പിക്കുന്ന ഒരാത്മാവുണ്ട്. ഈ പ്രതിയോഗി അവളെ അങ്ങനെ മുഷിപ്പിച്ചു എന്ന് കാണുന്നുണ്ട്. ഹന്നായെ തൻ്റെ പെനീന എന്ത് ചെയ്തു? മുഷിപ്പിച്ചു. അവരെ വിളിക്കുന്ന ഒരു പേരുണ്ട് വേദപുസ്തകം. അവളുടെ പ്രതിയോഗി അവളെ എന്ത് ചെയ്തു? മുഷിപ്പിച്ചു. അപ്പോൾ ഈ മുഷിപ്പിക്കുന്നവരെ പരിശുദ്ധാത്മാവ് എന്താ വിളിക്കുന്നത്? പ്രതിയോഗി എന്നൊരു പേര് വേദപുസ്തകം വിളിച്ച എന്തൊരു കഥമായിരിക്കും. പ്രതിയോഗി പ്രിൻസ് എന്ന് വേദപുസ്തകത്തിൻ്റെ താളിൽ എങ്ങാണ് എഴുതിയെങ്കിൽ, പ്രതിയോഗി അന്നമ്മ, പ്രതിയോഗി മേഴ്സി, പ്രതിയോഗി ഇത് എന്നെങ്ങാണ് എഴുതിപ്പോയെങ്കിൽ, അപ്പം മുഷിപ്പിക്കുന്നവരെ വേദപുസ്തകം എന്തെന്ന് വിളിക്കും? പ്രതിയോഗി. അങ്ങനൊരു പേര് മേളി വേണോ? വേണ്ട എങ്കിൽ എന്തോ ചെയ്യരുത്? മുഷിപ്പിക്കരുത്. കണ്ടോ? മുഷിപ്പിക്കുന്ന ഒരാത്മാ മുഷിപ്പിച്ചു.
അപ്പം പൗലോസ് തിരിഞ്ഞ് അവരെ എന്ത് ചെയ്തു? ശാസിച്ചപ്പോൾ ആ ആത്മാവ് പോയിട്ട് അവിടെ യഹൂദന്മാരെ എന്ത് ചെയ്തു? ഇളക്കി. ഇപ്പം സത്യത്തിൽ ഈ സഭകൾ പണ്ട് ചെയ്തിരുന്ന ഒരു കാര്യമുണ്ട്, ഇന്നും ഉണ്ടെങ്കിൽ ഈ ഭൂതം പിടിച്ചവനെയും പിശാച് പിടിച്ചവനെയും എല്ലാം കെട്ടിയിട്ട് വരിഞ്ഞ് കെട്ടി കൊണ്ടിടുന്ന സ്ഥലം എവിടായിരുന്നു? സഭയായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ അത്രയും നടക്കുന്നില്ല. എന്നാ കാര്യം ചോദിച്ചാൽ, ഈ മുഷിപ്പിക്കുന്ന ആത്മാവ് വിട്ടുപോയപ്പോൾ ഇളക്കിയിട്ട് പൗലോസിനെ പിടിച്ച് എവിടെ ആക്കി? തടവിലാക്കി. അവിടെ നിന്ന് ആത്യന്തികമായിട്ട് അത് അനുഗ്രഹമാണെന്നെങ്കിലും ചെറിയ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും ഇവനെ ഇറക്കി വിടുമ്പോൾ. അപ്പോൾ എന്നോടൊരു പാസ്റ്റർ പറഞ്ഞു, പുള്ളി ഭയങ്കര ഭൂതമിറക്കുകാരനാണ്. പുള്ളി ഒരുക്കി ഇറക്കിയ ഭൂതം ഇറങ്ങിയപ്പോൾ ലൈറ്റേ നോക്കി ചിരിക്കുമ്പോൾ ലൈറ്റ് ഫീസ് അടിച്ചു പോകും. ഇങ്ങോട്ട് നോക്കി ചിരിച്ചപ്പോൾ അത് ഫീസ് അടിച്ചു. എവിടെ നോക്കി ചിരിച്ചാലും ആ ലൈറ്റ് എല്ലാം എന്ത് ചെയ്യുക? ഫീസ് അടിച്ച് പോകുക. അവസാനം ഒരു എമർജൻസി കൊണ്ടുവച്ച് ചിരിച്ച് കാണിച്ച് എമർജൻസി ഷൂ പെട്രോമാക്സ് കൊണ്ടുവച്ച് മാൻറ്റിലടിച്ചു പോയി. അങ്ങനത്തെ പിശാച് ഇറക്കി വിട്ടു. വീട്ടിൽ ചെന്നപ്പം അമ്മായിമ്മയും മരുമോളും കൂടെ വഴക്കുണ്ടാക്കിയിട്ട് ഭാര്യ വീട്ടിൽ പോകാൻ നിൽക്കുക. ആ പിശാചിനെ ആരിറക്കി വിടും? അതുകൊണ്ട് പുള്ളി ഇപ്പം പറഞ്ഞു, ഇപ്പം ഭൂതം ഇളകിയാൽ പുള്ളി പറയും നിശബ്ദമായിരിക്കുക. എന്താ കാര്യം ചോദിച്ചാൽ, ഇവിടെ ഇളക്കിയാൽ അവിടെ എന്ത് ചെയ്യും? ഇവിടെ ഇളക്കിയാൽ അവിടെ ഇളകും. അവിടെ ഇളകാതിരിക്കാൻ വേണ്ടി ഇപ്പം എന്ത് ചെയ്തേക്കുക? മനസ്സിലാകുന്നുണ്ടോ നിങ്ങളാട്ടെ? ഇളകാത്ത എന്നാന്ന്? ഇവിടെ ഇളക്കിയാൽ അവിടെ ഇളകാതിരിക്കുക. ചിലപ്പോൾ എന്ത് ചെയ്യും? നിശബ്ദമാക്കി വെച്ചേക്കുക. ഏതായാലും ഇളക്കി കഴിഞ്ഞപ്പോൾ ഈ പിശാച് പോയിട്ട് അവിടെ എന്ത് ചെയ്തു? ഇളക്കി. ഇനിയുമാണ് നമ്മൾ യൂറോപ്പിൻ്റെ ഉണർവ് കാണുകയാണ്. യൂറോപ്പിലേക്ക് ചെന്നു. ആദ്യത്തെ അനുഭവം എന്ത് ചെയ്തു? അവരെ പിടിച്ച് ആ കോലുകൊണ്ട് അടുപ്പിച്ചു, വളരെ അടുപ്പിച്ചു. 23 വസ്ത്രം ഉരിഞ്ഞ് കോലുകൊണ്ട് വളരെ അടുപ്പിച്ച് ആ അകത്തെ തടവിലാക്കി, കാലാമത്തിലിട്ട് പൂട്ടി. അകത്തെ തടവിലാക്കി കാലെന്ത് ചെയ്തു? ആമത്തിലിട്ട് എന്ത് ചെയ്തു? പൂട്ടി. അപ്പം ഓർക്കണേ, എന്ത് വില കൊടുത്താൽ ഇന്ന് കാണുന്ന യൂറോപ്പിലേക്ക്, അന്ന് അവിടെ ഉണ്ടായിരുന്ന അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിക്ക് അകത്തേക്ക് പോകുമ്പോൾ എന്ത് വില അവർ കൊടുത്തു നോക്കിയേ. ഇതുപോലാണ് ആദ്യം ഒരാൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ എന്തുമാത്രം വില കൊടുത്തു, അടിച്ചു. ആ കാലെവിടെ ഇട്ടു? ആമത്തിലിട്ടു, അകത്തെ തടവിലാക്കി. ഇനിയും 25-ാം വാക്യം, അർദ്ധരാത്രി പൗലോസും ശീലാസും എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. എപ്പോഴാണ് പ്രാർത്ഥിച്ചത്? അർദ്ധരാത്രി പ്രാർത്ഥിച്ചു. വളരെ ഗൗരവമായിട്ട് ഓർക്കണേ. എപ്പോഴും പ്രാർത്ഥിച്ചു? അർദ്ധരാത്രി പ്രാർത്ഥിച്ചു. സങ്കീർത്തനം 119-ന്റെ 62-ാമത്തെ വാക്യത്തിൽ കാണുന്നു. സങ്കീർത്തനം 119-ന്റെ 62 കാണുന്നു, അങ്ങയുടെ നീതിയുള്ള വിധികൾ ഹേതുവായി അങ്ങയെ സ്തുതിക്കേണ്ടതിന് ഞാൻ എപ്പോൾ എഴുന്നേക്കും? അർദ്ധരാത്രി എഴുന്നേക്കും. എല്ലാവരും പറഞ്ഞേ, എപ്പോൾ എഴുന്നേക്കും? അപ്പോൾ എപ്പോൾ എഴുന്നേക്കണം? അർദ്ധരാത്രിയിൽ 1 മിനിറ്റ് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ ഭയങ്കര അനുഗ്രഹമാണ്. സത്യത്തിൽ ഈ വാച്ച് നൈറ്റ് സർവീസൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് ഈ സമയത്ത് വെക്കുന്ന ഈ സമയത്തിൻ്റെ പ്രാധാന്യമല്ല വിഷയം. ഒരു ഇയർ പോകുന്നു, ഒരു ഇയർ വരുന്നു, ഒരു ദിവസം പോകുന്നു, മറ്റൊരു ദിവസം വരുന്നു. ആ ദിവസത്തിൻ്റെ വാതിലാണത്. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കഥകളെ. അപ്പോൾ ആ ഒരു ദിവസത്തിൻ്റെ വാതിൽ നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാൻ കഴിഞ്ഞാൽ അതൊരു അനുഗ്രഹമാണ്. അവിടെ പറയുന്നു അർദ്ധരാത്രി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. അർദ്ധരാത്രിയിൽ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. എല്ലാവരും ചേർന്ന് പറഞ്ഞേ, എപ്പം പ്രാർത്ഥിക്കാം? അർദ്ധരാത്രി പ്രാർത്ഥിക്കാം. 1 മിനിറ്റ് ആണെങ്കിലും ഉണർന്ന് അർദ്ധരാത്രി പ്രാർത്ഥിച്ച. കഴിഞ്ഞ ദീർഘവർഷങ്ങളായിട്ട് എൻ്റെ പിതാവിന് ദൈവം കൊടുത്തൊരു ദർശനമാണ് അർദ്ധരാത്രി പ്രാർത്ഥിക്കുക. താൻ മരിക്കുന്നതിനും വരെയും അത് തുടർന്നു. പിന്നത്തേതിനും അധികം ഒഴിവാക്കാതെ ഞങ്ങൾക്ക് തുടരാനൊത്തു എന്ന് വന്നു. അല്ലെങ്കിൽ പോലും മിക്കപ്പോഴും തുടരാനൊത്തു. അർദ്ധരാത്രി പ്രാർത്ഥിക്കുക. അർദ്ധരാത്രിയിലെ പ്രാർത്ഥന ഭയങ്കര അനുഗ്രഹമാണ്. അങ്ങയുടെ നീതിയുള്ള വിധികൾ ഹേതുവായി അങ്ങയെ സ്തുതിക്കേണ്ടതിന് ഞാൻ എപ്പോൾ എഴുന്നേക്കും? അർദ്ധരാത്രി എഴുന്നേക്കും. അർദ്ധരാത്രി മറ്റൊരു പ്രത്യേകത അർദ്ധരാത്രി എന്നൊക്കെ പറയുമ്പോൾ സാധാരണ ആരും സഹായിക്കാനില്ലാത്ത സമയത്തെ വിളിക്കുന്ന ഒരു പേരാ എന്ത്? അർദ്ധരാത്രി. സ്വാതന്ത്ര്യം അർദ്ധരാത്രി. ഒരു പുസ്തകമുണ്ടല്ലോ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ളൊരു പുസ്തകമാണ്. സ്വാതന്ത്ര്യം, ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ്. സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ. അപ്പോൾ അർദ്ധരാത്രി പൗലോസും ശീലാസും എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. 2, അവർ ദൈവത്തെ എന്ത് ചെയ്തു? പാടി സ്തുതിച്ചു. അപ്പം അവർ യൂറോപ്പിലേക്ക് ചെല്ലുകയാണ്. അവർ ആ ഭൂതത്തെ ശാസിക്കുന്നു. ലുദിയ രക്ഷിക്കപ്പെടുന്നു, അവരുടെ വീട്ടിൽ താമസിക്കുന്നു. അതിനുശേഷം അടുത്തത് വരുന്നത്
അവരെ ഭൂതത്തെ ശാസിക്കുന്നു, മുഷിപ്പിക്കുന്ന ആത്മാവിനെ ശാസിക്കുന്നു, അവരെ പിടിച്ച് അടിക്കുന്നു, അവരെ തടവിലാക്കുന്നു. എപ്പായി? അർദ്ധരാത്രിയായി. അർദ്ധരാത്രിയിൽ പൗലോസും ശീലാസും എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. ആ വാക്ക് എല്ലാവരും ഒന്ന് പറഞ്ഞേ, എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. ശ്രദ്ധിച്ച് പറഞ്ഞേ, പ്രാർത്ഥിച്ചു. വേദവസ്തു നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ലേ ഡൗൺ, നമുക്ക് കമണ്ണ് വീണ് എന്ത് ചെയ്യാം? പ്രാർത്ഥിക്കാം. ആവർത്തന പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ, ആവർത്തന പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ നിലത്ത് വീണ് പ്രാർത്ഥിക്കുന്നുണ്ട് മോസസ്. ഒത്തിരി പ്രതിസന്ധികളിൽ കൂടെയൊക്കെ കടന്നു പോകുമ്പോൾ താൻ ജനത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ കമണ്ണ് വീണ് എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക. കമണ്ണ് വീണ് പ്രാർത്ഥിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കമണ്ണ് വീണ് പ്രാർത്ഥിച്ചു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കാം? കമണ്ണ് വീണ് പ്രാർത്ഥിക്കാം. ഒന്ന് ഞാൻ പറഞ്ഞു, എങ്ങനെ പ്രാർത്ഥിക്കാം? മുഴങ്കാലുകളിൽ പ്രാർത്ഥിക്കാം. എങ്ങനെ പ്രാർത്ഥിക്കാം? മുഴങ്കാലുകളിൽ പ്രാർത്ഥിക്കാം. 2, എങ്ങനെ പ്രാർത്ഥിക്കാം? കമണ്ണ് വീണ് പ്രാർത്ഥിക്കാം. ഉറക്കെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. കമണ്ണ് വീണ് പ്രാർത്ഥിക്കാം. എങ്ങനെ പ്രാർത്ഥിക്കാം? കമണ്ണ് വീണ് പ്രാർത്ഥിക്കാം. 2, കമണ്ണ് വീണ് പ്രാർത്ഥിക്കുമ്പോൾ വലിയ അത്ഭുതങ്ങൾ ചെയ്യും. ഞാൻ പലപ്പോഴും പങ്കുവെച്ചിട്ടുള്ള ഒരു 2 അനുഭവങ്ങൾ ഈ വിഷയത്തിൽ എനിക്ക് പറയാനുണ്ട്. ജീവിതത്തിൽ നിങ്ങൾ കാണാത്ത ഒത്തിരി അനുഭവങ്ങളും മുഖങ്ങളും ഒക്കെ ഈ എളിയവർക്കൊക്കെ ഉണ്ട്. പക്ഷേ എത്രയോ രാത്രികളിൽ തമ്പുരാൻ്റെ മുമ്പിൽ കമണ്ണ് വീണ് കിടന്നിട്ടുണ്ടെന്നറിയാം. 1-2 ദിവസമല്ല, ഞാൻ അട്ടപ്പാടി 3 ദിവസം വരെ വെള്ളം പോലും കുടിക്കാതെ എഴുന്നേക്കാതെ കിടന്ന ദിവസങ്ങളുണ്ട്. അതുപോലെ തകർച്ചകളൊക്കെ ഉണ്ടായപ്പം എങ്കിലും ഒരനുഭവം, ഞങ്ങളുടെ സഭ ഞാൻ ഒരു VBS നടക്കുക. VBS എനിക്ക് ഭയങ്കര ആവേശമാണ്. കേരളം കണ്ട ഏറ്റവും വലിയ മെഗാ VBS നടത്തിയത് ഞങ്ങളാണെന്നാണ് ഞങ്ങളുടെ അവകാശവാദം. 2000 പിള്ളേരുണ്ടായിരുന്നു. അതിൽ കൂടുതൽ ഞാൻ കേട്ടിട്ടില്ല. ഉണ്ടെങ്കിൽ ഉണ്ടാകാം. 2000 പിള്ളേരെയും കൊണ്ട് ഞാൻ VBS നടത്തിയത് ഒരു ആവേശമായിരുന്നു. റാന്നി കൂടെ റാലി നടത്തി കീക്കിരി പീക്കിരി പിള്ളേരെ എല്ലാം കൂടെ വെച്ചോണ്ട് ഭയങ്കര പാടായത്. ഏതായാലും അത് കഴിഞ്ഞ് ഞങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് പലയിടത്ത് നടത്തി. അങ്ങനെ തുമ്പിക്കൊണ്ടെന്ന് പറഞ്ഞാൽ സ്ഥലത്ത് VBS നടക്കുക. ഈ VBS നടക്കുമ്പോൾ അതിൻ്റെ റാലി നടക്കുക ലാസ്റ്റിൽ. എനിക്ക് ഈ റാലി ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ആ ഒരു ആവേശപ്പിള്ള ഉണ്ടല്ലോ. ഇതാ ഈ ഗ്രാമവീഥികളെ രാജവീഥികളാക്കിക്കൊണ്ട് 100 കണക്കിന് ബാലികമാർ തൂവെള്ള വസ്ത്രങ്ങളടഞ്ഞ് തൂവെള്ള കൊടികൾ ഉയർത്തി ഈ വാഹനത്തിൻ്റെ തൊട്ട് പിന്നാലെ മന്നം വഴിയോര കാഴ്ചക്കാർക്ക് 1000 അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് അമലോത്ഭവനായ ക്രിസ്തുനാഥന് കീജയ് വിളിച്ചുകൊണ്ട് കന്യകാസുതന് കീജയ് പാടിക്കൊണ്ട് ആടിയും പാടിയും ആനന്ദ നൃത്തത്തിൽ ആറാട്ടിയും കൊണ്ട് ഇതുവഴി ഇതാ എന്ത് ചെയ്യുക? കടന്നു വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ബഹളമൊക്കെ വെച്ച് പാട്ടും പാടി ആരമാരത്തോടെ VBS വന്ന് ഓടിച്ചോർത്തോട്ട് കയറുകയാണ്. അപ്പോൾ അവരെ വിടാനായിട്ട് ബാൻഡ് സെറ്റിനെയൊക്കെ ഒന്ന് വിട്ടാൽ എനിക്കൊരു 16,000-7,000 കുറേ വർഷം മുമ്പ് എൻ്റെ ഉണ്ടെങ്കിൽ എനിക്ക് അവരെയൊക്കെ വിടാം. പക്ഷേ അന്നേരം എൻ്റെ സത്യത്തിൽ 5 പൈസയില്ല. ഈ 1 പൈസ ഇല്ലാത്തപ്പോൾ ഒരു ഭയങ്കര ധൈര്യമാണ്. പകുതി പൈസ ഉള്ളപ്പോൾ അതുകൂടെ വേണമല്ലോ. ഒന്നുമില്ല. എൻ്റെ ഒരു സുഹൃത്ത് ഒരിക്കൽ നോട്ടീസ് അടിക്കാൻ പോയി ഒരു VBSൻ്റെ. അപ്പോൾ അവർ വന്ന് ചോദിച്ചു ഈ സാധാരണ അച്ഛൻ്റെ പറക്കി അത് വേണോ അതോ ഓപ്സെറ്റ് വേണം? അപ്പോൾ ഓപ്സെറ്റ് ഇറങ്ങുന്ന കാലമാണ്. അപ്പം പുള്ളിക്കാരൻ ചോദിച്ചു, ഈ ഓപ്സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്സെറ്റ് എന്ന് പറഞ്ഞാൽ നല്ല മൾട്ടി കളർ അടിക്കാൻ നല്ലതാണ്, കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ അതാണെങ്കിൽ ഒരു 800 രൂപ ആവും, മറ്റേ ആണെങ്കിൽ ഒരു 400 രൂപയ്ക്ക് തീരുന്നത്. അപ്പം പുള്ളി ആലോചിച്ചപ്പോൾ 2 ആകുന്നേരം എന്തില്ല, പൈസയില്ല. എന്നാൽ പിന്നെ നല്ലതിരിക്കട്ടെ എന്താ പറഞ്ഞാൽ ഈ ഒന്നുമില്ലെങ്കിൽ ഭയങ്കര ധൈര്യമാണ്. അപ്പം ഞാൻ ഇങ്ങോട്ട് വന്ന് നിൽക്കുകയും അകത്ത് പിള്ളേരെ വിടാം. അന്നേരം ഇതൊക്കെ വേണ്ടി പെറോട്ട അടിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ സൗകര്യങ്ങളാണ്. ഈ പെറോട്ട അടിക്കുന്നിടത്തുനിന്നൊരു ഞങ്ങളുടെ ഒരു അച്ചായൻ ഇറങ്ങി വന്ന് കേട്ടോ. നല്ല CAT-കാരനൊരു ലോഡിങ്ങുകാരനാണ്, തടി ലോഡിങ്ങാണ്. ഈ തടി ലോഡിങ്ങൊക്കെ ഇപ്പം കാണാനില്ല, ഇപ്പം എല്ലാം ക്രെയിനല്ലേ. മറ്റേ ഈ തടി ലോഡിങ് ഉണ്ട് ഗ്രാമങ്ങളിലൊക്കെ, റോഡ് ബ്ലോക്കാക്കി. എന്താ കാണുന്നതല്ലേ, കണ്ടിട്ടുണ്ടോ? പോയി 50% ആയുസ് പോയി. അതൊക്കെയാണ് കാണണ്ടേ. അവരൊരു പാട്ടുണ്ട്, ഏലേ ഐലസ ഒത്ത് പിടിച്ചേ ഐലസ കയറി പോട്ടെ ഐലസ അല്ലേ നമ്മുടെ വണ്ടി ഐലസ. അതങ്ങോട്ട് പറയുന്ന അനുസരിച്ച് എന്തോ കയറും, തടി കയറും. ആ തട്ടി ഇങ്ങനെ പിടിക്കുന്ന വരച്ചാനായത് കമ്പി ഇങ്ങനെ പിടിച്ചോണ്ടാണ് കയറുന്നത്. തോളൊക്കെ ഉരുക്ക ഇങ്ങനെ ഇരിക്കും. ആ മനുഷ്യൻ ഇങ്ങോട്ട് വന്നിട്ട് പൊറോട്ട അടിച്ചുകൊണ്ടിരിക്കുക. തോർത്തൊക്കെ കൊടുത്ത് അദ്ദേഹം തോർത്തങ്ങോട്ട് മാറ്റി നിക്കറിൻ്റെ പോക്കറ്റിൽ നിന്ന്, അവരുടെ പോക്കറ്റൊക്കെ നിക്കറല്ലേ, നിക്കറിൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു ബഞ്ച് പൈസ എടുത്ത് എൻ്റെ തന്നു. ഞാൻ നോക്കിയപ്പോൾ 7,000 രൂപയുണ്ട്. എനിക്ക് അന്നേരം അത് മതി, കഴിഞ്ഞു.
അതെല്ലാം കഴിഞ്ഞ് അടുത്ത ദിവസം ഞങ്ങളുടെ ഒരു പാസ്റ്റർ മരിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു വെൽഫെയർ ഫണ്ടിൻ്റെ കാര്യങ്ങൾ ക്രമീകരിക്കാൻ ഞാൻ ഞങ്ങളുടെ സഭാ ഓഫീസിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ അവിടെ ഇദ്ദേഹത്തിൻ്റെ സാക്ഷ്യം പറഞ്ഞു. തിരിച്ച് തിരുവല്ല അടുക്കാറായപ്പോൾ എൻ്റെ പിള്ളേർ എന്നെ വിളിച്ചു, അച്ഛാ തിരുവല്ല എവിടെയായി? ഞാൻ പറഞ്ഞു തിരുവല്ല അടുക്കുന്നു. ഓടിച്ചെന്നേ അച്ഛൻ്റെ ജോയിച്ചാൻ്റെ തലേ തടി വീണു, ഈ മനുഷ്യൻ്റെ തലേ തടി വീണു. ഞാൻ ചെന്ന് പുഷ്പരി നിൽക്കുമ്പോൾ ആംബുലൻസ് വന്നു, നോക്കി ഓടിച്ചെന്ന് തുറന്ന് ഞാനിവിടെ കൂടി എടുക്കുമ്പോൾ നിശ്ചലമായ ബോഡിയാണ്, മരിച്ചു. പക്ഷെ എന്നെ അതിലും കൂടുതൽ കരയിപ്പിച്ചൊരു കാര്യമുണ്ട്. തൊട്ടടുത്തിരുന്ന അതുപോലൊരു തൻ്റെ കൂടെ ഇരുന്ന സഹപ്രവർത്തകൻ, ലോഡിങ്ങുകാരനായ സഹോദരൻ ഇതുപോലെ നിൽക്കുന്ന പോക്കറ്റിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് എൻ്റെ തന്നു. അവിടുത്തെ ചോരയാണ്. ഞാൻ ചോദിച്ചു ഇതെന്താ? ചോര വീണ ആശുപത്രിയിലോട്ട് പോകുമ്പോൾ അവസാനത്തെ പൈസ എടുത്ത് കൊടുത്തു, പ്രിൻസ് പാസ്റ്ററെ കൊടുത്തേക്കാൻ. ലാസ്റ്റിലെ പൈസ, ചോര പുരണ്ട കാശ്. എനിക്കതുകൊണ്ട് ഈ ജാടയൊക്കെ കാണുന്ന ഭയങ്കര പാടാണ്. നമ്മൾ ഈ ചോര പുരണ്ട ലാസ്റ്റ് പൈസ കൈ മേടിച്ചിട്ടുണ്ട്. എൻ്റെ വില അതിനൊക്കെ. ആ ചോദിച്ചാൽ മരിച്ചു. അത് കഴിഞ്ഞ് ആ ആഴ്ച തന്നെ ഒരു ആൻറ്റി മരിച്ചു. ഡെങ്കു ആയിരുന്നു. ആ ദിവസങ്ങളിലാണ് ഡെങ്കു ഫീവർ വന്ന് കോട്ടയത്ത് അഡ്മിറ്റാക്കി. ബ്ലഡ് പ്ലാസ്മ വേണമെന്ന് പറഞ്ഞു. അത് എറണാകുളത്തെ ഉള്ള ആ ഗ്രൂപ്പ്, അതിന് ഞാൻ ഒരു ആംബുലൻസ് പിടിച്ച് എറണാകുളത്ത് പോകുമ്പോൾ ഇടയ്ക്ക് മെഡിക്കൽ കോളേജിൽ നിന്ന് അറേഞ്ച്ഡായി അവിടെ ചെന്ന് മേടിച്ച് പൈസ കൊടുത്ത് എൻ്റെ കയ്യിലോട്ട് ബ്ലഡ് തരും. ഞാൻ മേടിക്കുകയും ഫോൺ വന്നു, ആൻറ്റി മരിച്ചു. ആ ആൻറ്റിക്ക് 42-43 വയസ്സേ ഉള്ളൂ, മരിച്ചു. പിറ്റേ ആഴ്ചയോ നടക്കുക, എല്ലാവരും ഹോസ്റ്റലത്തിരിക്കുക. പാട്ട് പാടാൻ കൊയർ എഴുന്നേറ്റു. അവർ പാടി. എല്ലാവർക്കും നമുക്ക് കരങ്ങളടിച്ച് പാടാം, ആരാധിപ്പാൻ നമുക്കൊരു കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. പാട്ട് തെറ്റല്ല. പക്ഷേ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ ഈ മരിച്ചു പോയ അച്ചായൻ്റെ ഭാര്യയും പിള്ളേരും ഇരിക്കുന്നു. മരണപ്പെട്ട ആൻറ്റിയുടെ അച്ചായനും മക്കളുമൊക്കെ ഇരിക്കുക. എനിക്കങ്ങ് സങ്കടമോ ദേഷ്യമൊക്കെ വന്നു. ഇച്ചിരി അവിവേകമായിരിക്കാം. ഞാൻ പറഞ്ഞു ഇന്നിവിടെ ആരാധനയില്ല, പിരിച്ചു വിട്ടിരിക്കുന്നു, പോകാം, എല്ലാവർക്കും വേണമെങ്കിൽ പോകാം, ഇരിക്കാം. ഉത്തരവാദിത്തം എൻ്റെയാണ്. ഇനി ഇവിടെ ഇങ്ങനെ അടക്കാനൊക്കില്ല. ഞാനിവിടെ കിടക്കുക, എന്നെ കൊണ്ട് ഇനി ഇതൊക്കില്ല. ഇച്ചിരി ആവേശത്തിലോ ഇമോഷനിലോ ഒക്കെ സംഭവിച്ചാൽ, പക്ഷേ റെസ്പോൺസ് പോസിറ്റീവായിരുന്നു. എൻ്റെ എല്ലാ സഹോദരങ്ങളും കമണ് വീണു. 100-100 കിലോ ഉള്ള ഞങ്ങളൊരു അമ്മച്ചിയുണ്ട്. ആ അമ്മച്ചി വരെ കമണ്ണടിച്ച് വീണു. അങ്ങനെ മണിക്കൂറുകൾ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ ആശീർവാദം പറഞ്ഞു. പക്ഷെ ഒന്ന് ഞാൻ പറയാം, പിന്നെ നാളിതുവരെ അങ്ങനെ എത്രയോ വിഷയങ്ങൾ കണ്ണിൻ്റെ മുമ്പിൽ നിന്ന് മാറിപ്പോയി. ഒന്നെനിക്ക് പറയാം, കമണ്ണ് വീണ് പ്രാർത്ഥിച്ച എഴുന്നേൽക്കുമ്പോൾ അത്ഭുതകരമായ ദൈവപ്രവൃത്തികളെ കാണാൻ കഴിയും. കമണ്ണ് വീണ് പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? നമ്മുടെ ഒറ്റയ്ക്കുള്ള ജീവിതാനുഭവങ്ങളിലൊക്കെ നൊമ്പരപ്പെടുത്തുന്ന ജീവിതാനുഭവങ്ങൾ വരും. എങ്ങനെ പ്രാർത്ഥിക്കാം? കമണ്ണ് വീണ് പ്രാർത്ഥിക്കാം. രണ്ടാമത്തെ ഒരു അനുഭവം ഞാനിവിടെ ഒരു വട്ടം പറഞ്ഞു എന്നെൻ്റെ ഒരു ചെറിയ ഓർമ്മ. എങ്കിലും ഒരു രാത്രി 12 മണിയായപ്പോൾ ഒരു ആൻറ്റി പ്രാർത്ഥിക്കാൻ വന്നു. ഹൈന്ദവ പശ്ചാത്തലത്തിലുള്ള ഒരു ആൻറ്റിയാണ്. അവർക്ക് ഡിപ്രഷനായിരുന്നു. പ്രാർത്ഥിക്കാൻ വന്നു. പ്രാർത്ഥിച്ചു. എൻ്റെ അപ്പയൊക്കെ ഉള്ളപ്പോൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഈ ആൻറ്റിക്ക് അങ്ങ് സന്തോഷമായി. അവർ ചിരിച്ചു, കഞ്ഞി കുടിച്ചു, സംസാരിച്ചു. കുറേ ദിവസമായിട്ട് ഇതൊന്നും ഇല്ല. അവർ സന്തോഷമായി. അപ്പോൾ ആ സഹോദരിയുടെ ചോദിച്ചു, ഞാൻ ഇന്നിവിടെ പാസ്റ്റേജിൽ കിടന്നോട്ടെ, എനിക്ക് വീട്ടിൽ പോകാൻ പേടിയാണ്. സന്തോഷം. ചെയ് ഇവിടെ കിടന്നു, ചെയ് അവിടെ കിടന്നു. അവരെല്ലാം പോയി. രാത്രിയിലൊക്കെ നോക്കുമ്പോൾ നല്ല ഉറക്കമാണ്. വെളുപ്പിന് എൻ്റെ ഭാര്യ എഴുന്നേറ്റ് വന്ന് നോക്കുമ്പോൾ ഇച്ചയ്യ ഉറക്കാം. അവളൊരു 7 മണിയായപ്പോൾ ഒരു ചായയും കൊണ്ട് ചെന്നപ്പം ഇച്ചയ്യെ കാണുന്നില്ല. എന്നോടൊന്ന് പറഞ്ഞ് ഇച്ചയ്യ ഇവിടെങ്ങും ഇല്ല. ഞാൻ പറഞ്ഞു ഇച്ചയ്യ അവിടെ എങ്ങാനും കാണൂടി കുഞ്ഞെ. പക്ഷെ അവിടെ ഒന്നും നോക്കിയിട്ട് ഇച്ചയ്യില്ല. പെട്ടെന്ന് സീരിയസ് ആയി, ഇച്ചയ്യെ കാണുന്നില്ല. എല്ലാവരും വന്നു തപ്പാൻ തുടങ്ങി. ഞങ്ങളുടെ സഹോദരന്മാരെല്ലാം വന്നു ഓട്ടത്തോടോട്ടം. ഇച്ചയ്യില്ല. ഫസ്റ്റ് ബസ് പോയതിൻ്റെ എല്ലാം പുറകെ പോയി. ഇച്ചയ്യെ കാണുന്നില്ല. ഇച്ചയ്യ എന്തു ചെയ്യും? ഒടുവിലൊരു 8:30 ആയപ്പോൾ അവരുടെ വീട്ടിലറിയിച്ചു. അവിടുന്ന് ഒരു വണ്ടി ആൾ വന്നു. നല്ല കൈക്കരുത്തുള്ള ഒരു അച്ചായൻ, അവരുടെ ഭർത്താവാണ്. വന്നിട്ട് എൻ്റെ അപ്പ ഇങ്ങനെ ചാരികസരെ കിടക്കുക. തന്നെത്താൻ ഇടിച്ചുകൊണ്ട് ഇദ്ദേഹം ഉരുണ്ടങ്ങ് വീണു. എൻ്റെ പാസ്റ്ററച്ചായ, ഒരു ഭാര്യ അച്ചായനില്ലേ, പിന്നെന്തിനാ എൻ്റെ കൂടെ? എൻ്റെ ഭാര്യയെ തന്നാൽ ഞാൻ എൻ്റെ സ്വത്തെല്ലാം എഴുതിത്തരാം, എനിക്ക് എൻ്റെ ഭാര്യയെ മതി. അയാൾ സങ്കടത്തിൽ പറയുക, ഭാര്യ എന്ത് ചെയ്യും? ലോകം മുഴുവൻ തപ്പുക. പരാതികളെല്ലാം കൊടുത്തു, കാണുന്നില്ല. അവരുടെ ബന്ധുക്കളെല്ലാം തപ്പി വീട്ടിൽ വരാൻ തുടങ്ങി. നല്ല ഒന്നാന്തരം പിള്ളേർ സെറ്റ്, കൈ കൊടുത്ത പിള്ളേർ വന്ന് മുറ്റത്ത് നിൽക്കുക. ഇച്ചിരി കഴിയുമ്പോൾ അവരുടെ രൂപം മാറും. എന്തിയേ?
വീട്ടിലാക്കിയിട്ട് പോയതാണ്. ഞാൻ പോയി പരിപരുത്ത അന്നെൻ്റെ ഹോള്, കട്ട കെട്ടാത്ത മറയ്ക്കാത്ത ഹോള്, പരിപരുത്ത കാർപ്പറ്റിടാത്ത എൻ്റെ തറ, ആ തറയിൽ ഞാൻ കമന്ന് കിടന്നു. തമ്പുരാനെ, ഇച്ചയെ കാണാതെ ഞാൻ എഴുന്നേക്കത്തില്ല. ഇച്ചിവിടെ കഴിഞ്ഞാൽ അവരുടെ രൂപം മാറും, ഭാവം മാറും. 10 മണിക്ക് കിടന്ന ഞാൻ 10:30, 11, 11:30, 12, 12:30, 1 മണി. ഞാൻ തമ്പുരാനോട് പറഞ്ഞ് ഞാൻ കാണാതെ എഴുന്നേക്കത്തില്ല. ഇച്ചിരി കഴിഞ്ഞാൽ ഞാൻ എഴുന്നേറ്റ് കിടന്നിട്ട് എന്തോ ചെയ്യാനാ, എവിടെ പോയി തപ്പാനാ. 1 മണി ആകാറായപ്പോൾ എൻ്റെ ഭാര്യ വന്നിട്ട് പറഞ്ഞു, വെച്ചാൽ അവിടുന്ന് 2-3 വീട് കഴിയുമ്പോൾ ഞങ്ങളുടെ കുടുംബമുണ്ട്, ആ കുടുംബത്തിൻ്റെ കിണറ്റി ഒരു സ്ത്രീ കിടപ്പുണ്ടെന്ന് ആരാണ്ട് പറയുന്നു. വരുന്നോ? ഞാൻ പറഞ്ഞു ഞാൻ വരത്തില്ല. അവൾ ഓടിപ്പോയിട്ട് തിരിച്ചു വന്നു. അച്ഛ, ഇച്ചയ്യ ചത്തില്ല, മുങ്ങി പൊങ്ങി ഒരു പോച്ചയെ പിടിച്ച് കിടപ്പുണ്ട്. ഫയർഫോഴ്സ് വന്ന് ഇച്ചയ്യെ പുറത്തെടുത്തു. കിഴക്ക് ഇച്ചയ്യെ പുറത്തെടുത്തു. ഞാൻ ഇച്ചയോട് ചോദിച്ചു, ഇച്ചയ്യ എന്തോ പറ്റിയേ? ഇച്ചയെ പറഞ്ഞു, എന്താ പറ്റിയെന്ന് എനിക്കറിയത്തില്ല കുഞ്ഞെ. ഞാൻ രാവിലെ ഒരു കുഴപ്പമില്ല മുറ്റത്ത് ഇന്നപ്പം ഞാൻ കാണുന്നു, അത് ഹലൂസിനേഷനാകാം, പോരാട്ടമാകാം, ഒരു സ്ത്രീ എന്നെ വിളിച്ചു, ബാ ബാ. അവരെൻ്റെ മുമ്പിൽ കിടന്നു. ആ കിണറിൻ്റെ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ബാ. ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ ആ കിണറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അവർ കിണറ്റിലോട്ട് താണു പോയിട്ട് പറഞ്ഞു ബാ. ഹലൂസിനേഷനാകാം, സൈക്കോളജിക്കലി അതിനെ എങ്ങനെ വ്യാഖ്യാനിക്കും. ഏതായാലും അവരെടുത്ത് ചാടി. പൊങ്ങി വന്നപ്പോൾ ഒരു പോച്ചയെ പെട്ടി. എങ്ങനായാലും 10-55 കിലോ ഉണ്ട്. എത്ര കനക്കുറവാന്തേലും ആ പോച്ച പറഞ്ഞു പോത്തില്ലേ. രാവിലെ 6:30 പിടിച്ച പോച്ച ഉച്ചയായിട്ടും പറഞ്ഞില്ല. ഫയർഫോഴ്സ് വന്നെടുത്തു. പിറ്റേ ദിവസം പത്രത്തിലൊരു വാർത്ത വന്നു, ഇന്നടത്ത് ഇന്നാരുടെ ഭാര്യ ഇന്നാര് ബന്ധുവീട് സന്ദർശിക്കവേ കാൽ വഴുതി കിണറ്റി വീണു, ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. ഒറ്റ വാക്കിലൊരു വാർത്ത. അല്ലായിരുന്നെങ്കിൽ വന്നേനെ. പാസ്റ്റർ വീട്ടിൽ പ്രാർത്ഥനയ്ക്കായിട്ടാക്കിയ സ്ത്രീ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട് കിണറ്റിൽ. സീനിയർ പാസ്റ്ററും മകനും അറസ്റ്റ്. വരത്തില്ലേ? വരും. വന്നോ? ഇല്ല. പക്ഷെ ആ 3 മണിക്കൂർ കിടന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ഇന്നും അത്ഭുതങ്ങൾ കാണാം. ഇന്നും അത്ഭുതങ്ങൾ കാണാം. അത്ഭുതങ്ങൾ കാണാം. അത്ഭുതങ്ങൾ കാണാം. എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള അത്ഭുതങ്ങൾക്ക് കയ്യും കണക്കില്ല. ഓരോ പ്രശ്നങ്ങളുടെ മുമ്പിലും ഒറ്റ വഴിയേ അറിയത്തുള്ളൂ, പോയി കമന്നടിച്ച് തമ്പുരാൻ്റെ അടുക്ക കിടക്കും. പക്ഷേ എഴുന്നേൽക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു അത്ഭുതം കാണാൻ കഴിയും. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കണം. റഖാന ബഷ്യാം തുനിയ ഹത്തനാറ. എല്ലാവരും പ്രാർത്ഥിച്ചേ. എങ്ങനെ പ്രാർത്ഥിക്കാം? കമണ്ണ് വീണ് പ്രാർത്ഥിക്കാം.